ആ വിരഹത്തിന്റെയും പ്രണയത്തിന്റെയും മോചനം എനിക്ക് മാറണമെന്ന് കരുതിയിട്ടാണ് ഞാൻ സാറിന്റെ പോക്കറ്റിൽ നിന്ന് തന്നെ പൈസ എടുത്ത് തന്നെ എന്നെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല പറയാൻ. എന്റെ പേര് പ്രതീഷ് എന്നാണ്. ഞാൻ കൊല്ലം ജില്ലയിലെ ചടയമംഗലം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനിപ്പോ തിരുവനന്തപുരം LDCയിൽ ലോ വിഷൻ കാറ്റഗറിയിൽ 4-മതും LGSൽ 9-മതും ഹൈക്കോർട്ട് OAയിൽ 8-മതും കിട്ടാൻ പറ്റി. ഇതിനൊക്കെ എന്നെ സഹായിച്ചത് എൻട്രി ആപ്പും പിന്നെ എന്റെ പ്രിയപ്പെട്ട അധ്യാപകനായ പ്രദീപ് മുഖത്തല സാറുമാണ്. അപ്പോൾ എൻട്രി എന്നെ എങ്ങനെ സഹായിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഭിന്നശേഷി കിട്ടുന്ന പെൻഷനും എൻ്റെ ഈ പരിമിതികൾ വെച്ചിട്ട് ചെറിയ ചെറിയ പണികളിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ നിന്ന് മാത്രമാണ് എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റിയത്. അതിൽ നിന്നൊരു കോഴ്സ് എടുത്ത് പഠിക്കുക എന്നുള്ളത് എനിക്കൊരിക്കലും ഇതായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസമാണ് എൻട്രി ആപ്പിൽ നിന്ന് ഒരു കോൾ എനിക്ക് വരുന്നതും ഞാനപ്പോൾ അവരോട് പറഞ്ഞു, എനിക്ക് എന്തായാലും അതെടുത്ത് പഠിക്കാൻ പറ്റില്ല, എനിക്ക് കേട്ട് പഠിക്കാനാണ്, ഞാൻ ലോ വിഷനാണ്, കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ഹാപ്പിയസ്റ്റ് ടീം എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. പിറ്റേ ദിവസം തന്നെ അവർ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു അധ്യാപകനായ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഗോൾഡ് ബാച്ച് ഉണ്ട്, ആ ഗോൾഡ് ബാച്ചിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സാറിനെ കുറിച്ച് ഞാൻ കൂടുതൽ അറിയുന്നത്. ഒരു കൂട്ടുകാരനെ പോലെ, ഒരു അധ്യാപകൻ വിദ്യാർത്ഥി എന്നുള്ള പെരുമാറ്റം അല്ലായിരുന്നു സാറിന്. ഈവൻ എന്റെ കയ്യിൽ നിന്ന് ഒരു പൈസ ഇല്ല എന്ന് അറിഞ്ഞ സമയത്തും പഠിക്കാൻ വേണ്ടിയിട്ട്, പുസ്തകങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് സാറിന്റെ പോക്കറ്റിൽ നിന്ന് തന്നെ പൈസ എടുത്ത് തന്നെ എന്നെ സഹായിച്ചിട്ടുണ്ട്. 2016 എന്റെ ആക്സിഡന്റോട് കൂടി ഞാൻ കോമയിലേക്ക് പോകുമായിരുന്നു. അതേ സമയത്ത് എന്റെ ലൈഫിലുണ്ടായ ഏറ്റവും വലിയ ട്രാജഡിയാണ് ഞാൻ സ്നേഹിച്ച പെണ്ണ് എന്നെ നഷ്ടപ്പെടുത്തി പോകുന്നതും എനിക്കൊരു കുഞ്ഞുണ്ടായി എന്നെ അബോർട്ട് ചെയ്തിട്ട് പോകുന്നതും എന്നെ വളരെയേറെ വേദനിപ്പിച്ചൊരു കാര്യമാണ്. ഒരിക്കലും ഞാൻ എന്റെ LDC കൊണ്ട് എന്റെ പഠനം നിർത്തത്തില്ല. എവിടെ വരെ പോകാൻ പറ്റുമോ അവിടെ വരെ, മരണം വരെ എവിടെ വരെ പോകാൻ പറ്റുമോ അവിടെ വരെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അതാണ് ഞാൻ മുന്നേ ഉള്ളൂരിന്റെ ഒരു കാവ്യം പറഞ്ഞതുപോലെ, പരിശ്രമിച്ചീടുകൾ എന്തിനേയും വശത്താക്കിടാൻ ദീർഘമാം ഹസ്തങ്ങൾ നൽകി പാലിൽ അയച്ചു അത്ര ഈശ്വരൻ. അത്രമാത്രം ഇത് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി.